ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിഷുവിൻ്റെയും ഐബുട്ടൻ്റെയും ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു അവരുടെ ബർത്ത്ഡേ. സോ ആ ഒരു സെയിം ഡേ തന്നെ നിഷുവിന് സ്കൂളിൽ എക്സാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് തലേ ദിവസമായിരുന്നു നമ്മുടെ നിഫ്രകുട്ടൻ നാട്ടിലെത്തിയത്. അപ്പോൾ ഓളും ഇപ്പാൻ്റെയും നിഷുവിൻ്റെയും ഒക്കെ കൂടെ പോകുന്നുണ്ട്. ഇത്തവണ ഇവിടെ പെരുന്നാൾ ഉണ്ടാക്കാത്ത സങ്കടം നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 18 വർഷക്കായി നമ്മൾ കുടിയിരുന്നിട്ട്, അതായത് ഈ വീട്ടിൽ, പുല്ലൂരത്തെ വീട്ടിൽ ഈ 18 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ പെരുന്നാൾ ഉണ്ടാക്കാതെ നിൽക്കുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. എന്നാലും നമുക്ക് ആരും ഇല്ലാണ്ട് അവിടെ പെരുന്നാൾ കഴിക്കുമ്പോൾ അതൊരു ഇടങ്ങേറേക്കാരം. ഇതിപ്പം അതായത് ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയും കുട്ടിയും അനിയനും എല്ലാവരും വേണമല്ലോ. അപ്പോൾ അനിയൻ വരിക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എനിവേ, നമ്മളെല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇന്ന് ഐബുട്ടൻ്റെയും നിഷുവിൻ്റെയും ബർത്ത്ഡേ മാത്രമല്ല, നമ്മുടെ പെരുന്നാളും കൂടിയാണ് കേട്ടോ. സോ ഒന്ന് നല്ലോണം അങ്ങോട്ട് ഉഷാറാക്കാൻ തന്നെ വിചാരിച്ച് ബിരിയാണിക്കുള്ള വെള്ളമാണ് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തത് കേട്ടോ. ഇവിടെ പുറത്തുള്ള വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യണത്. അപ്പോഴേക്ക് ഇപ്പം ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നീനു. നിഷുവിനാക്കി കൊടുക്കാൻ പോയതേനല്ലോ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ വാങ്ങിയിട്ട് വേണമെന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു. കാരണം ഒരു 3 മാസത്തോളമായിട്ട് നമ്മളങ്ങനെ കാര്യമായിട്ട് ഇവിടെ നിൽക്കലില്ലല്ലോ. ആദ്യം തന്നെ ചിക്കനും ബീഫൊക്കെ അങ്ങോട്ട് കവർന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. അതായത് അതാകുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് വെക്കാമല്ലോ. അതിൻ്റെയൊക്കെ വെള്ളം ചോർന്ന് വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ ഇവിടെ സെറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ അതാണ് ചെയ്തത് കേട്ടോ. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഇതാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യണത്. സോ ബിരിയാണിക്കുള്ള ബീഫൊക്കെ നമ്മളിത് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. സോ നമ്മൾ കുക്കറൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബീഫൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതങ്ങോട്ട് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഉള്ളി തൊലിക്കൽ കേട്ടോ. ഉള്ളി തൊലിക്കലായിട്ടും ചെറിയ ഉള്ളിയായിട്ടും വെളുത്തുള്ളിയായിട്ടും ഇഞ്ചിയായിട്ടും പച്ചമുളകായിട്ടും അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ഇവിടെ ഐബുട്ടൻ്റെയും നിഷുവിൻ്റെയും ബർത്ത്ഡേ കഴിക്കണത്. അതായത് ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ ഐബുട്ടൻ്റെത്. സോ നമ്മൾ ആനക്കയത്തത്തെ വീട്ടിൽ, നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ പുല്ലൂർക്ക് പോകുന്നതാണ് കേട്ടോ. പുല്ലൂർക്ക് പോകുന്നത് മീൻസ് നമ്മൾ അനിയത്തിനെ കൊണ്ടുവരാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ പോകുന്നതാണ്. അതല്ലെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ മുൻകൂട്ടി ആഗ്രഹിച്ച് ആശിച്ച് വെക്കണതൊന്നും നടക്കൂല. ബർത്ത്ഡേ പാർട്ടി എന്നും പറഞ്ഞ വലിയ സംഭവമാക്കാണ്ട് നമ്മുടെ കുറച്ച് വേണ്ടപ്പെട്ടവർ, അതായത് റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ചെറിയ രീതിക്കൊക്കെ തീരുമാനമാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു നമ്മൾ. ബട്ട് അതൊന്നും നടന്നില്ല. ഇനി എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്, അതായത് നെക്സ്റ്റ് ഇയറൊക്കെ ഇൻഷാ അല്ലാ ആരോഗ്യം ആയുസ്സും ആഫിയത്തൊക്കെ ഉണ്ട് ണ്ടെങ്കിൽ അപ്പോൾ നോക്കാം. ബീഫ് ബിരിയാണി കൂടാണ്ട് ചിക്കൻ ഫ്രൈയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണുണ്ടല്ലോ. സോ അതിനുള്ള മസാലയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കുവാണേ. നല്ലോണം പിടിച്ചിട്ടാവണമല്ലോ. അതായത് നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീരുമ്പോഴേക്ക് ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം. ബീഫ് ബിരിയാണിക്കുള്ള മസാലയും അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിവിടെ റെഡിയാക്കണുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടെ ഇങ്ങനെ A to Z വരെ കാണിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ബിരിയാണി ഉണ്ടാക്കലും വെച്ചുണ്ടാക്കലൊക്കെ കാണുന്ന നിങ്ങൾക്കായാലും എപ്പോഴും തന്നെ ആകുമ്പോൾ ഭയങ്കര ബോറേക്കാരം. സോ ഐ തോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ക്ലിപ്സ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മസാലയൊക്കെ വഴറ്റി നല്ലോണം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള ബീഫും കൂടെ ഇട്ട് അതും വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കുള്ള കുറച്ച് സംഭവങ്ങളും കൂടെ നമുക്ക് പൊരിച്ചെടുക്കണം. അതും റെഡിയാക്കി എടുത്തു. അതിനുശേഷം അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് താഴത്തെ അടുക്കളയ്ക്ക് പോകുന്നു. ദം ചെയ്യണ പരിപാടി മാത്രമല്ല ഇനിയിപ്പോൾ പെൻഡിങ് ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ അനിയത്തി വന്നിട്ട് ചോറൊക്കെ ഊറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ ക്ലിപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഇതാ ചോറൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആ ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മളെ കൂടാണ്ട് കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉപ്പച്ചിൻ്റെ അനിയൻ്റെ മക്കളാണെന്ന് പറഞ്ഞല്ലോ, ഷാലുമോളും മുല്ലയും എന്നുള്ളത്. ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ലോണം ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. സോ അവരോടും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ. ഓല വീട് വരുന്നതും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് മേലാക്കത്താണ്. പുല്ലൂരിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മേലാക്കത്തേക്ക്. അപ്പോൾ ഓലും കൂടെ വരുന്നുണ്ട്. സോ നമ്മളിതാ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക്. ഇനി ഇതൊന്ന് അങ്ങോട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കണലൊന്നും ഇടണില്ല കേട്ടോ. കാരണം ഇത് ആവശ്യത്തിനുള്ള വേവൊക്കെ ഉണ്ട്. മുകളിലും കൂടെ നമ്മൾ കണലിട്ടിട്ട് സെറ്റാക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലോണം വെന്തു പോകും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. ചോറ് അവിടെ അടുപ്പത്തായല്ലോ. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഈ ചിക്കനും കൂടെ ഫ്രൈ ആക്കി വെക്കുവാണ്. അപ്പോഴേക്ക് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ബിരിയാണിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ചിക്കൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഈ ഒരു സമയമായപ്പോഴേക്ക് ഞാനൊഴിച്ച് ബാക്കി എല്ലാവരുടെയും കുളിക്കലും നനക്കലും ഒക്കെ
കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് അങ്ങനെയാണ് കിച്ചൺ ഡ്യൂട്ടി മുഴുവൻ കഴിയാണ്ട് കുളിയൊക്കെ കഴിയുമ്പോൾ കുളിച്ചിക്കണമെന്നുള്ളൊരു തോന്നൽ വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാനത് പെൻഡിങ് ആക്കി വെച്ചിട്ടത്. എൻ്റെ ചിക്കൻ പൊരിക്ക് ഏകദേശം ആയപ്പോഴേക്ക് ഷാലുമോളും മുല്ലയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഷാലുമോള് മൂക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഇപ്പച്ചി ഇങ്ങനെ ഓരോന്ന് പറയാണ്. ഇപ്പച്ചിക്ക് അത് പറയാനുള്ള അർഹത ഇല്ല. അതായത് എന്തിനാ കുത്തിയതെന്ന് ചോദിക്കാനുള്ള അർഹത പോലും ഇല്ല. കാരണം ഇപ്പാൻ്റെ വലിയ വിത്ത് കുത്തി വെച്ചേക്കുമല്ലേ മൂക്ക്. കുത്തി അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഉപ്പാൻ്റെ അടുത്തുനിന്ന് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം ആൾക്ക് ഇത് ഒട്ടും ഇഷ്ടമില്ല, ഒട്ടും താല്പര്യമില്ല ഞാൻ ഈ കുത്തിയതിനോട്. ഞാൻ പിന്നെ ചോദിക്കാതെയും പറയാതെയാണ് കുത്തിയത്. ഇതന്നെ ആയിരിക്കാരെ സംഭവം. ചോദിക്കുകയും പറയുകയും ചെയ്താൽ ആരും സമ്മതിക്കൂല. അങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് കുത്തിയതാട്ടോ. എന്നിട്ടാണ് എല്ലാവരെയും അറിയിച്ചത്. അങ്ങനെ കുറേ നേരം അതിൻ്റെ ചർച്ചയായിരുന്നേ. ദെൻ നമ്മൾ അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് കൊടുക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുളിച്ചിട്ടൊന്നും നനച്ചിട്ടൊന്നും ഇല്ലയെന്ന്. ബട്ട് ഫുഡൊക്കെ ആ കറക്റ്റ് ടൈം ആയപ്പോഴേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ഇപ്പോഴാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത്. അതായത് ദമ്മൊക്കെ പൊട്ടിച്ച് രണ്ട് പാത്രത്തിലോട്ടാക്കി മാറ്റണത്. നമ്മൾ കഴിച്ച ടൈമിൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എടുക്കൂലേ നമ്മൾ, അതായത് ഒന്നിച്ച് മിക്സ് ആക്കാതെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുമല്ലോ, അങ്ങനെയാണ് എടുത്ത് കഴിച്ചതിൻ്റെത്. പിന്നെ അതാ ചോറ് ഒരു പാത്രത്തിലോട്ടും മസാല ഒരു പാത്രത്തിലോട്ടും ആക്കി വെച്ച് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അല്ലാതെ കുറേ ആൾക്കാരൊന്നും ഇവിടെ വരാനും പോകാനും ഒന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ അധികം ആരെയും വിളിച്ചിട്ടില്ല. ഇവരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. കുട്ടികളുടെ ബർത്ത്ഡേ സ്വന്തം വീട്ടിൽ കഴിക്കണതും പിന്നെ നമ്മുടെ വീട്ടിൽ, അതായത് കുട്ടികളെ സംബന്ധിച്ചത് ഉമ്മാൻ്റെ വീടാണ്, അവിടെ കഴിക്കണതും രണ്ടും രണ്ട് വിധത്തിൽ തന്നെയാണ് കേട്ടോ. അത് അന്തുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് വലിയ പരിപാടി ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ബിരിയാണിയുടെ മസാല വേറെയും റൈസ് വേറെയും ആക്കി വെച്ചു കേട്ടോ. ഇനി അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് വിളമ്പി സെറ്റാക്കി കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ മനസ്സറിഞ്ഞ് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ആരാണോ വരുന്നത് ഓൽക്കിങ്ങനെ മനസ്സറിഞ്ഞ് വിളമ്പി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യം കേട്ടോ. ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയമായപ്പോഴേക്ക് നിഷൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ പറയാൻ വിട്ടു. എപ്പോഴോ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പച്ചി തന്നെ ജുമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ നിഷും എത്തിയതെന്ന് തോന്നുന്നു. പിന്നെ അതാ ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ നാണം വന്നു. മുല്ലക്ക് നോക്കിട്ട് ഫേസ് നോക്കട്ടെ. ചെറിയ ഇരിക്കുന്നല്ലേ ചിരിച്ചേ. ഒരാൾ ഇൻട്രോവേർട്ടും മറ്റൊരാൾ എക്സ്ട്രോവേർട്ടാണ് കേട്ടോ. അപ്പോൾ ചെറുതിന് ഭയങ്കര നാടാണ്. വീഡിയോ എടുക്കുന്നതും ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. മക്കളുടെ ബർത്ത്ഡേ ആയിട്ട് ഉമ്മച്ചിൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് വാരി കൊടുക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഓൽക്കുള്ള ഫുഡൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ നിഫ്ര കുട്ടൻ അതിനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓളെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഞാൻ പെറ്റിട്ടില്ല എന്നുണ്ടെങ്കിലും ഓളും എൻ്റെ കുട്ടി തന്നെയാണ്. അപ്പോൾ അതാ മൂന്നാക്കും കൂടെ കൂടിയിട്ട് ഇതാ ഫുഡൊക്കെ കൊടുക്കുവാണ്. ചെറിയ കുട്ടികളല്ലേ, ഓൽക്ക് പെട്ടെന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് രണ്ടാക്കും ഗിഫ്റ്റ് കിട്ടി. അനിയൻ്റെ വക ഓക്ക് മാത്രം കിട്ടിയില്ല എന്നുള്ളത്. പിന്നെ ആകെ ടെൻഷനായി. നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് വേറെ പോയി വാങ്ങിച്ചൊക്കെ കൊടുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇക്കാര്യം ഇവിടെയും സംഭവിക്കാൻ പോവുക. ഞാൻ ഓൾക്ക് രണ്ടാക്കും വാരി കൊടുത്തിട്ട് ഓക്ക് വാരി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സങ്കടമാവും. പിന്നെ നമ്മളൊരു കേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി 2 നില കേക്ക്, അതായത് 2 ലെയർ ആയിട്ടുള്ള കേക്കായിരുന്നു പറഞ്ഞിട്ടത്. ബട്ട് അത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ 2 എണ്ണം കടയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പറയണമെന്ന് പറഞ്ഞു. എന്നാലും ഓൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കുള്ള ഈ കേക്ക് തൽക്കാല നേരം വെച്ചിട്ട് അനിയൻ്റെ ഫ്രണ്ടാണ് കൊടുന്നത്. അപ്പോൾ ഇതിങ്ങനെ 2 എണ്ണം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് മാംഗോ ഫ്ലേവറിലുള്ള കേക്കും മറ്റൊന്ന് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നേ. എനിവേ നമ്മളതൊക്കെ മുറിച്ച് സെറ്റാക്കി എടുക്കണം. മുറിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള ടാസ്ക്കാണ്. എക്സ്പെഷ്യലി നമ്മുടെ ഐബുക്കുട്ടൻ ഇതിനൊന്നും നിന്ന് തരൂല. അതാ കിട്ടിയില്ലേ എന്ന് പാടുവോ? തീരുമാനാക്കി നിങ്ങൾ രണ്ടാളും കൂടാ. നിഫ്രകുട്ടിൻ്റെ കയ്യിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും. കറക്റ്റ് ടൈം ആയപ്പോൾ അതിൽ ചാർജ് തീർന്നു. അത് മിണ്ടണും പറയണമൊന്നുമില്ല കേട്ടോ. ഐബുട്ടന് വലിയ എക്സ്പ്രഷനും ഹാപ്പി ഫേസൊന്നും അല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ
ആൾക്ക് ഉറക്കം വന്ന് അങ്ങേ തലക്കലെത്തിയിട്ടുണ്ട്. ഓൻ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഉറക്കുകയാണെന്നുണ്ടെങ്കിലും 4 ഭാഗത്തുനിന്നും ഒരു സൗണ്ടും വരാൻ പറ്റൂല. അത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ആൾ കിടന്നുറങ്ങുള്ളൂ. ഇതിപ്പം എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് നല്ല ബഹളാണ്. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് കേട്ടോ. ഹൈബുട്ടൻ്റെയും നിഷുവിൻ്റെയും കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിഫ്രകുട്ടനും കൂടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിനും ഇവിടെ ബഹളായിരിക്കും. ഓല് മാത്രം കേക്ക് മുറിച്ചു, ഇന്നെ മുറിക്കാൻ അയച്ചില്ല എന്നും പറഞ്ഞിട്ട് ആൾക്കൊരു കരച്ചിൽ ഇവിടെ വരാനുണ്ട്. അത് കാണാനാവൂല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കേക്കൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ഐബുട്ടനെയും വെച്ചിട്ട് ഞാനും കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അത്ര വലിയ പരിപാടിയായിട്ടൊന്നും കഴിക്കണില്ല എന്നുള്ളത്. അപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. തങ്ങളൊക്കെ ഉണ്ടാവിട്ടുണ്ട്, നിങ്ങളൊക്കെ ഉണ്ടാവിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുല്ലയ്ക്ക് ഭയങ്കര കുറവും നാണും, ആൾ നല്ല ഇൻട്രോവേർട്ടാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്വഭാവം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാസ്റ്ററാണ്, അതായത് അതിൻ്റെ ഉസ്താദാണ് ഇൻട്രോവേർട്ടിൻ്റെ ആളാണ് എൻ്റെ ഉപ്പച്ചിൻ്റെ അനിയൻ കേട്ടോ. അപ്പോൾ ആളും വന്നിട്ടുണ്ട്. അങ്ങനെ ആൾക്കുള്ള കേക്കും ഫുഡും ഒക്കെ നമ്മൾ കൊടുത്ത് കുട്ടികൾക്കുള്ളതും ഒക്കെ നമ്മൾ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉള്ളത് കട്ട് ചെയ്ത് സെറ്റാക്കി ബാക്കിയുള്ള പീസ് അങ്ങോട്ട് മാറ്റി വെക്കുകയും ചെയ്തു. ഒക്കെ കൂടി തിന്ന് തീർക്കേണ്ട ഒരു ആവശ്യം ഇന്ന് വരുന്നില്ലല്ലോ, പിന്നെയും കഴിക്കാമല്ലോ. ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് മാത്രം പോരാ, ഹൈപ്പും കൂടെ ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഞാനങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പാത്രത്തിൽ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിഷു അതെടുത്ത് എല്ലാവർക്കും കൊടുക്കണുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കണുണ്ട്. നമ്മുടെ ലൈഫിലെ ഇതുപോലെയുള്ള ഹാപ്പി മൊമെൻറ്റ്സും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.